നമസ്കാരം. ഗാനജാലകത്തിലേക്ക് വീണ്ടും സ്വാഗതം. ചലച്ചിത്രങ്ങളിൽ പിന്നണി പാടുന്നവരെ നാം പല പേരുകളിൽ വിശേഷിപ്പിക്കാറുണ്ട്. മലയാളത്തിൽ ഗാനഗന്ധർവൻ ഒരാളേ ഉള്ളൂ. അത് നമുക്കേവർക്കും പ്രിയപ്പെട്ട യേശുദാസാണ്. അതുപോലെ ഭാവഗായകൻ എന്ന സ്ഥാനം നമ്മൾ ചാർത്തിക്കൊടുത്തത് അടുത്ത കാലത്ത് അന്തരിച്ച പി ജയചന്ദ്രനാണ്. സാത്വിക ശോഭയാർന്ന പാട്ടുകൾ പാടുന്ന ഗായകൻ എന്നാണ് കമുകറ പുരുഷോത്തമനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. തേൻ പുരട്ടിയ ശബ്ദത്തിനുടമ എന്നാണ് എം രാജയെ ദേവരാജൻ മാസ്റ്റർ വിശേഷിപ്പിക്കാറുള്ളത്. പി സുശീല പളുങ്കു വീഴുന്ന ശബ്ദത്തിനുടമ എന്നാണ് ദേവരാജൻ മാസ്റ്റർ എന്നോട് തന്നെ പറഞ്ഞത്. കെ എസ് ചിത്ര മലയാളത്തിൻ്റെ വാനം പാടിയാണ് നമുക്ക്. അങ്ങനെ പല വിശേഷണങ്ങൾ നൽകി ഗായകരെ നമ്മൾ ആദരിക്കുകയാണ്. കൂട്ടത്തിൽ വിഷാദ ഗായകൻ എന്ന സ്ഥാനം നൽകി നമ്മൾ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ഗായകനുണ്ട്. അത് മറ്റാരുമല്ല, കെ പി ഉദയഭാനുവാണ്. കെ പി ഉദയഭാനുവിൻ്റെ ഇനിഷ്യലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനിയും മാതൃഭൂമി സ്ഥാപക പത്രാധിപരുമായിരുന്ന കെ പി കേശവമേനോൻ്റെ സ്വന്തം അനന്തരവനാണ് കെ പി ഉദയഭാനു. അങ്ങനെ പാരമ്പര്യമായി അദ്ദേഹത്തിന് ലഭിച്ചതാണ് കെ പി എന്ന ഇനിഷ്യലുകൾ. കിഴക്കേ പൊറ്റ കേശവമേനോൻ ആണ് കെ പി കേശവമേനോൻ എന്ന് അറിയപ്പെടുന്നത്. പാലക്കാട് ജനിച്ച് സിംഗപ്പൂരിൽ വളർന്ന് കേരളത്തിൽ എത്തിയ അദ്ദേഹം എം ഡി രാമനാഥൻ്റെ, പ്രശസ്ത സംഗീതജ്ഞനായ എം ഡി രാമനാഥൻ്റെ ശിക്ഷണത്തിലാണ് സംഗീതം അഭ്യസിച്ചത്. ഉദയഭാനുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അനുഗ്രഹമാണ്. എം ഡി രാമനാഥനെ പോലെ അതിപ്രഗത്ഭനും പ്രശസ്തനുമായ ഒരു സംഗീതജ്ഞൻ്റെ കീഴിൽ സംഗീതം പഠിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു സുവർണ അവസരമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ആകാശവാണിയിൽ അനൗൺസറായിട്ടായിരുന്നു അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചത്. പിന്നീട് ലളിത സംഗീത വിഭാഗത്തിലേക്ക് അദ്ദേഹം മാറുകയും ചെയ്തു. കോഴിക്കോട് ആകാശവാണിയിൽ അദ്ദേഹം ജോലി നോക്കുമ്പോൾ അവിടെ അന്ന് പി ഭാസ്കരൻ, തിക്കോടിയൻ, കെ രാഘവൻ, ഇങ്ങനെ ധാരാളം കലാകാരന്മാർ അന്നവിടെ ഉണ്ടായിരുന്നു. അക്കാലത്തെന്ന് പറഞ്ഞാൽ കെ പി ഉദയഭാനുവിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ വിലാത്തിക്കുളം എന്ന സ്ഥലത്ത് വെച്ചാണ് പിൽക്കാലത്ത് ഏറെ പ്രശസ്തനായി മാറിയ സംഗീത സംവിധായകൻ എം എസ് ബാബുരാജനെ ഉദയഭാനു പരിചയപ്പെടുന്നത്. ആ ഇടയ്ക്ക് ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ ഒരു ഹാർമോണിസ്റ്റിൻ്റെ ഒഴിവുണ്ടാവുകയും ആ ഒഴിവിലേക്ക് എം എസ് ബാബുരാജനെ കൊണ്ടുവരാൻ ഉദയഭാനു ശ്രമിക്കുകയും ആ ശ്രമം വിജയിക്കുകയും ചെയ്തു. അങ്ങനെ പി ഭാസ്കരൻ എഴുതി, എം എസ് ബാബുരാജ് ചിട്ടപ്പെടുത്തി ഉദയഭാനു പാടിയ ധാരാളം ലളിതഗാനങ്ങൾ ആകാശവാണിയിൽ അക്കാലത്ത് വരികയുമുണ്ടായി. അക്കാലത്താണ് ഉദയായുടെ ഉടമ കുഞ്ചാക്കോ ഉമ്മ എന്ന ചിത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഉമ്മ എന്ന ചിത്രത്തിന് വേണ്ടി പാട്ടുകൾ എഴുതിയത് പി ഭാസ്കരനും സംഗീതം ഒരുക്കിയത് എം എസ് ബാബുരാജുമാണ്. കെ പി ഉദയഭാനുമായുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ ബാബുരാജ് അദ്ദേഹത്തിന് പാടാനായി ഒരു പാട്ട് നീക്കിവെച്ചു. പാലാണു തേനാണൻ കൽവില്ല പൈങ്കിളിക്ക് പഞ്ചാര പാൽക്കുഴമ്പാണ് നീ സൈനബ എന്ന പാട്ടായിരുന്നു. അതിമനോഹരമായ ഗാനം. കോഴിക്കോട് വച്ച് ബാബുരാജ് ഉദയഭാനുവിനെ ഈ പാട്ട് പഠിപ്പിക്കുകയും അതിൻ്റെ ആ സിനിമയിലെ എല്ലാ പാട്ടുകളുടെയും ശബ്ദലേഖനത്തിന് വേണ്ടി ഉദയഭാനുവിനോടൊപ്പം ബാബുരാജും മദ്രാശിയിലെത്തുകയും ചെയ്തു. മദ്രാശിയിലെ ഹോട്ടലിൽ താമസിക്കുമ്പോഴും ഉദയഭാനുവിനെ ഈ പാട്ട് കൂടുതൽ അതിൻ്റെ ഈണം മനസ്സിലുറപ്പിക്കാൻ കൂടുതൽ പഠിപ്പിക്കുകയുണ്ടായി. പക്ഷേ കുഞ്ചാക്കോ അതിലിടപെടുകയും ഉദയഭാനു പാടുന്നതിനോട് അദ്ദേഹം നീരസം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിന് കാരണം എം രാജയ്ക്ക് താൻ വാക്ക് കൊടുത്തുപോയി എന്ന കാര്യമാണ് കുഞ്ചാക്കോ പറഞ്ഞത്. ചുരുക്കത്തിൽ മലയാളം അറിഞ്ഞുകൂടാത്ത എം രാജയെ ആ പാട്ട് നന്നായി പഠിപ്പിക്കേണ്ട ചുമതല കൂടി കെ പി ഉദയഭാനുവിന് വന്നു ചേർന്നു.
അങ്ങനെ യാതൊരു പരിഭവവും കാണിക്കാതെ എം രാജയെ ഈ ഗാനം പഠിപ്പിക്കുകയും ഉദയഭാനുവിൻ്റെ കൂടി സാന്നിധ്യത്തിലാണ് അദ്ദേഹം ഈ പാട്ട് പാടി അതിൻ്റെ റെക്കോർഡിംഗ് നടക്കുകയും ചെയ്തത്. അക്കാലത്ത് ആകാശവാണിയിൽ തന്നെ ഉണ്ടായിരുന്ന കെ രാഘവന് നായര് പിടിച്ച പുലിവാൽ എന്ന ചിത്രത്തിൻ്റെ പാട്ടുകൾ ഒരുക്കാനുള്ള അവസരം വന്നപ്പോഴും അദ്ദേഹം 2 പാട്ടുകൾ കെ പി ഉദയഭാനുവിനെ കൊണ്ട് പാടിക്കാനാണ് ആഗ്രഹിച്ചത്. പി ഭാസ്കരനായിരുന്നു ആ പാട്ടുകളുടെയും രചന നിർവഹിച്ചത്. അതിനുവേണ്ടി കെ പി ഉദയഭാനുവിനെ 2 പാട്ടുകൾ അദ്ദേഹം പഠിപ്പിക്കുകയും നേരത്തെ പറഞ്ഞതുപോലെ മദിരാശിയിലേക്ക് ശബ്ദലേഖനത്തിന് വേണ്ടി കെ രാഘവനോടൊപ്പം കെ പി ഉദയഭാനു എത്തുകയും ചെയ്തു. അപ്പോഴുമുണ്ടായി ഒരു കാതലായ പ്രശ്നം. ആ ചിത്രത്തിൻ്റെ നിർമ്മാതാവിന് കെ പി ഉദയഭാനു ആ പാട്ടുകൾ പാടുന്നതിനോട് തീരെ യോജിപ്പില്ല. പകരം എ എം രാജ പാടണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. തർക്കം മൂത്തപ്പോൾ കെ രാഘവൻ ഇടപെട്ടു. അദ്ദേഹം പറഞ്ഞു, ഈ ചിത്രത്തിൽ ആരെക്കൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പാടിക്കാം, എനിക്കതിൽ പരാതിയില്ല. പക്ഷേ നായർ പിടിച്ച പൊലുവാൽ എന്ന ചിത്രത്തിൻ്റെ സംഗീത സംവിധായകനായി കെ രാഘവൻ എന്ന വ്യക്തി ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പിണങ്ങി ഇറങ്ങാൻ ഭാവിച്ചപ്പോൾ നിർമ്മാതാവ് വഴങ്ങുകയും കെ പി ഉദയഭാനു പാടട്ടെ എന്ന് അവസാനം സമ്മതിക്കുകയുമായിരുന്നു. അങ്ങനെ കെ പി ഉദയഭാനു 2 പാട്ടുകൾ പാടി. ഒന്ന് എന്തിനിത്ര പഞ്ചസാര പുഞ്ചിരിപ്പാലി എന്ന പാട്ട്, മറ്റൊന്ന് വെളുത്ത പെണ്ണെ വെളുത്ത പെണ്ണെ മനസ്സിലെന്താണ് നിൻ മനസ്സിലെന്താണ് എന്ന പാട്ട്. ഈ 2 പാട്ടും പാടി വിജയശ്രീ ലാളിതനായി അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി. പിന്നീട് ഈ പാട്ടുകൾ സിനിമ വന്നപ്പോൾ ഈ പാട്ടുകൾ ജനങ്ങൾ ഏറ്റെടുത്തു. അങ്ങനെ കെ പി ഉദയഭാനു എന്ന ഗായകൻ മലയാളികളുടെ മനസ്സിൽ ആരാധനാമൂർത്തിയായി മാറുകയും ചെയ്തു. ഉദയഭാനുവിന് മറ്റൊരു ഭാഗ്യദോഷവും ഉണ്ടായി. റോസി എന്ന ചിത്രത്തിലെ അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം എന്ന അതിപ്രശസ്തമായ പാട്ട് പാടേണ്ടിയിരുന്നത് ഉദയഭാനുവായിരുന്നു. പി ഭാസ്കരൻ എഴുതി ജോബ് സംഗീതം നൽകിയ ആ പാട്ട് റിഹേഴ്സൽ നോക്കി ശബ്ദലേഖനത്തിന് വേണ്ടി മൈക്കിന് മുമ്പിൽ എത്തിയപ്പോഴാണ് ഉദയഭാനുവിൻ്റെ ശബ്ദത്തിന് വ്യത്യാസം കണ്ടത്. അതിന് കാരണം അദ്ദേഹത്തിന് പനിയും ജലദോഷവുമായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ സന്നിഗ്ധാവസ്ഥയിലായ അവസരത്തിൽ ഉദയഭാനു തന്നെയാണ് ആ നിർദ്ദേശം മുന്നോട്ട് വച്ചത്. ആ സിനിമയിൽ മറ്റൊരു ഗായകനായ യേശുദാസ് ഉണ്ട്. യേശുദാസ് അന്ന് ആ സ്റ്റുഡിയോയുടെ ഒരു വശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ പാട്ട് പാടട്ടെ എന്ന് ഉദയഭാനുവിൻ്റെ നിർദ്ദേശം അവസാനം അംഗീകരിക്കുകയായിരുന്നു. അത് യേശുദാസിൻ്റെ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായി മാറിയെന്നത് ചരിത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിഷാദഗായകൻ എന്ന പേര് ഉദയഭാനുവിന് പതിയാൻ മതിയായ കാരണമുണ്ട്. അദ്ദേഹം പാടിയ ചില പാട്ടുകൾ തന്നെയാണ് അതിന് കാരണം. ലൈല മജ്നുവിലെ ചുടുകണ്ണീരാലൻ ജീവിതകഥ ഞാൻ എന്ന പാട്ട് ശരിക്കും കണ്ണീരുകൊണ്ട് എഴുതിയ മാതിരിയാണ് അദ്ദേഹം പാടിയിരിക്കുന്നത്. ചങ്ങമ്പുഴയുടെ രമണനിലെ ഒരു ഭാഗം രമണൻ എന്ന സിനിമയ്ക്ക് വേണ്ടി കെ രാഘവൻ ചിട്ടപ്പെടുത്തി ഉദയഭാനു പാടിയത് ഒരു വിഷാദ ഗായകൻ്റെ എല്ലാ ഭാവ ഗാംഭീര്യത്തോടും കൂടിയാണ്. വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി എന്ന പാട്ട്. നിണമണിഞ്ഞ കാൽപ്പാടുകളിലെ അനുരാഗ നാടകത്തിൻ അന്ത്യമാം രംഗം തീർന്നു എന്ന പാട്ട് ഉദയഭാനുവിൻ്റെ ഒരുപക്ഷെ മാസ്റ്റർ പീസായി മാറിയ ഗാനമാണ്. ഇങ്ങനെ ചില പാട്ടുകൾ പാടിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പേര് ഉണ്ടായത്. ഉദയഭാനുവുമായി എനിക്ക് ഏറെ അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹം ഉത്തമനായ ഒരു ജ്യേഷ്ഠ സുഹൃത്തായി ഞാൻ കണ്ടിരുന്നു. 1985 അദ്ദേഹം ഓൾഡ് ഈസ് ഗോൾഡ് എന്ന സമിതിക്ക് അല്ലെങ്കിൽ ഗാനമേള ട്രൂപ്പിന് രൂപം നൽകുന്നത്. പഴയ പാട്ടുകൾ ജനമധ്യത്തിലെത്തിക്കുക അല്ലെങ്കിൽ പുതിയ തലമുറയെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഓൾഡ് ഈസ് ഗോൾഡ് തുടങ്ങിയത്.
അന്ന് അതിൽ പ്രഗത്ഭ ഗായകരായിരുന്നു പാടിയിരുന്നത്. കെ.പി. ഉദയഭാനുവിനെ കൂടാതെ കമുകറ പുരുഷോത്തമൻ, സി.ഒ. ആൻഡോ, പി. ലീല, ഇങ്ങനെ വളരെ പ്രഗത്ഭർ, കെ.പി.എ.സി. സുലോചന, ഇങ്ങനെ ഒരു വളരെ പ്രഗത്ഭരായിരുന്നു അന്ന് ഈ ട്രൂപ്പിൽ പാടിയിരുന്നത്. അപ്പോൾ ഈ ട്രൂപ്പ് കേരളത്തിലുടനീളം മാത്രമല്ല, കേരളത്തിന് പുറത്തും വിദേശത്തുമൊക്കെ ധാരാളം ഗാനമേള വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഓൾഡീസ് ഗോൾഡിൻ്റെ ഗാനമേളകൾക്ക് പോകുമ്പോൾ സ്നേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം എന്നെ ഒപ്പം പോകാൻ ക്ഷണിക്കുകയും യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം എന്നെ സ്വന്തം സീറ്റിൻ്റെ അടുത്ത് തന്നെ പിടിച്ചിരുത്തി പാട്ടുകളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ അതൊക്കെ ഒരു അനുഭവമാണ്, മറക്കാനൊക്കാത്ത അനുഭവമാണ്. പാട്ടുകൾ പാടിയും അതിൻ്റെ കുസൃതികൾ പങ്കുവച്ചും സമയം പോകുന്നതറിയാതെ ഞങ്ങൾ നിരന്തരം യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു അനുഭവം പറയാം. കോഴിക്കോട് ഓൾഡീസ് ഗോൾഡ് അവതരിപ്പിക്കാൻ പോകുമ്പോൾ ഹോട്ടൽ മഹാറാണിയിലാണ് ഞങ്ങൾ താമസിച്ചത്. പിറ്റേന്നാണ് ഗാനമേള. അന്ന് രാത്രി അവിടെ കിടന്ന് ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹം അതിരാവിലെ തന്നെ എന്നോട് പറഞ്ഞു, നമുക്കൊന്ന് മിഠായി തെരുവ് വരെ പോകാം എന്ന്. അദ്ദേഹത്തിന് ആസ്മയുടെ ചെറിയ അസുഖമുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഇൻഹേലർ ഉപയോഗിക്കുമായിരുന്നു. ആ ഇൻഹേലർ തീർന്നു പോയത് വാങ്ങിക്കാനായിട്ടാണ് എന്നെയും കൂട്ടി മിഠായി തെരുവിൽ പോകാൻ അദ്ദേഹം തീരുമാനിച്ചത്. അങ്ങനെ അതിരാവിലെ തന്നെ ഞങ്ങൾ മിഠായി തെരുവിൽ പോകുമ്പോൾ ദൂരെ നിന്ന് ഇങ്ങനെ നടന്ന് ആ മെഡിക്കൽ സ്റ്റോറിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഉദയഭാനു പാടി അനിശ്വരമാക്കിയ വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി എന്ന പാട്ട് എവിടെ നിന്ന് ഒഴുകി വരുന്നു. ഞങ്ങൾ രണ്ടുപേരും അത്ഭുതത്തോടെ പരസ്പരം നോക്കി. ആ പാട്ടൊഴുകി വരുന്ന കടയിലേക്ക് ഞങ്ങൾ നേരെ ചെന്നു. ഒരു കാസറ്റ് കടയിൽ നിന്നാണ് ആ പാട്ട് കേൾക്കുന്നത്. അദ്ദേഹം, ആ കട ഉടമ ഉദയഭാനുവിനെ തിരിച്ചറിഞ്ഞില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല, തിരിച്ചറിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ വേഷം കൊണ്ടും ഭാവം കൊണ്ടും അദ്ദേഹത്തിൻ്റെ രൂപം കൊണ്ടും തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ടതാണ്, പക്ഷേ അറിഞ്ഞില്ല. ഞങ്ങൾ രണ്ടുപേരും ആ കാസറ്റിൻ്റെ ഓരോ കോപ്പി വാങ്ങി നോക്കുമ്പോഴാണ് അത് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണ്, ഉദയഭാനുവിൻ്റെ പാടിയ പാട്ടുകളുടെ ഡ്യൂപ്ലിക്കേറ്റ് കാസറ്റാണ് എന്ന് മനസ്സിലാക്കി. അദ്ദേഹം പിൽക്കാലത്ത് ധാരാളം അവസരങ്ങളിൽ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാനും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പലതവണ പോയി മണിക്കൂറുകളോളം പാട്ടുകളെക്കുറിച്ച് സംസാരിച്ചിരുന്നിട്ടുണ്ട്. ഓൾഡീസ് ഗോൾഡിൽ തന്നെ ഉണ്ടായിരുന്ന പ്രമുഖ ഗായകൻ എം.എസ്. നസീം, എം രാജയുടെ പാട്ടുകൾ പാടുന്നതിൽ നല്ല പ്രാഗൽഭ്യം കാണിച്ചിരുന്ന എം.എസ്. നസീം പെട്ടെന്ന് ഒരു വശം തളർന്ന് സംസാരശേഷി പോയി തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആയുർവേദ ആശുപത്രിയിൽ നീണ്ട ചികിത്സയിൽ കഴിയുമ്പോൾ, കൈതമുക്കിലുള്ള ഒരു ആശുപത്രിയിലാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത്. മിക്ക ദിവസവും ഉദയഭാനു വൈകിട്ടാകുമ്പോൾ എൻ്റെ വീട്ടിലെത്തുകയും ഞങ്ങൾ ഒരുമിച്ച് നസീമിൻ്റെ ആ മുറിയിൽ പോയി ഏറെ നേരം അദ്ദേഹത്തെ സുഖിപ്പിക്കുന്ന തരത്തിൽ ഉദയഭാനു പാട്ടുകളൊക്കെ പാടി. മൂളിപ്പാടുവാൻ മാത്രമേ നസീമിന് കഴിയുമായിരുന്നുള്ളൂ. അദ്ദേഹം മൂളിപ്പാട്ട് പാടി ഒരുപക്ഷേ സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാനും ഉദയഭാനുമൊക്കെ അന്ന് അവിടെ മിക്ക ദിവസവും പോയിരുന്നത്. വൈകുന്നത് വരെ അവിടെ ഇരുന്ന് പാടിക്കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നടന്ന് പുറത്തിറങ്ങി. അവിടെ കരിക്ക് വിൽക്കുന്നിടത്തുനിന്ന് കരിക്ക് കുടിക്കണമെന്നത് അദ്ദേഹത്തിനൊരു നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു. കരിക്ക് കുടിച്ച് വീണ്ടും നടന്ന് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് IRRൽ കയറി ഞങ്ങളൊരു ചായയും വടയുമൊക്കെ കഴിക്കുമ്പോൾ അദ്ദേഹം സ്ഥിരമായി തൻ്റെ ശ്രീമതിക്ക് വേണ്ടി ഒരു മസാല ദോശ വാങ്ങി, പാർസൽ വാങ്ങി തിരിച്ച് ഞങ്ങൾ മടങ്ങുന്ന ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പിൽക്കാലത്ത് ആകാശവാണിയിൽ ധാരാളം ലളിതഗാനങ്ങൾ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാകണം സിനിമയിൽ സംഗീത സംവിധാനം നിർവഹിക്കാനെത്തി. അതും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു അത്ഭുതകരമായ ഒരു കാര്യമായിരുന്നു. 1976 വന്ന സമസ്യ എന്ന ചിത്രത്തിലെ ONV കുറുപ്പ് സാർ എഴുതിയ കിളിചിലച്ചു എന്ന പാട്ട്, കിലുകിലെ കൈവള ചിരിച്ചു എന്ന പാട്ട് യേശുദാസാണ് പാടി മനോഹരമാക്കിയത്. അത്
ഉദയഭാനുവിൻ്റെ തൊപ്പിയിൽ ഒരു തൂവൽ തുന്നിച്ചേർത്ത സംഭവമായി മാറി. ദേശഭക്തി ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു പ്രാവീണ്യമുണ്ടായിരുന്നു. ധാരാളം ദേശഭക്തി ഗാനങ്ങൾ അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട്. 2009 പത്മശ്രീ നൽകി ഭാരത സർക്കാർ അദ്ദേഹത്തെ ആദരിച്ചു. അന്ന് അദ്ദേഹത്തിന് ചില സ്വീകരണ പരിപാടികളും മറ്റും ചില സംഘടനകൾ ഒരുക്കുകയുണ്ടായി. അവിടെയൊക്കെ പോയി അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള ഭാഗ്യം എനിക്കുമുണ്ടായി. 2014 ജനുവരി 5 അദ്ദേഹം നിര്യാതനായത്. ഉദയഭാനു പാടിയ പാട്ടുകളുടെ എണ്ണം കുറവായിരിക്കാം, പക്ഷേ ആ പാടിയ പാട്ടുകൾ ശ്രദ്ധേയമായി എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അദ്ദേഹം പാടിയ പാട്ടുകൾ ആവർത്തിച്ചാവർത്തിച്ച് ഇന്ന് നാം കേൾക്കുന്നു, ഏറ്റുപാടുന്നു. മലയാളികളുടെ മനസ്സിൽ ഇന്നും വെള്ളി നക്ഷത്രം പോലെ ജ്വലിച്ചു നിൽക്കുന്ന ഗായകനാണ് കെ പി ഉദയഭാനു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം.